ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഹെയർ സ്പ്രേ ആണ്. അത് നമ്മൾ റോസ്മേരി യൂസ് ചെയ്തിട്ട്. അപ്പോൾ റോസ്മേരി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സയൻറ്റിഫിക്കലി ഇപ്പോൾ പ്രൂവൻ ചെയ്തതാണ്. മുടി പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാനും പിന്നെ നമുക്ക് നെറ്റ് കയറിയവർക്കൊക്കെ ആ ഫ്രണ്ട് പോർഷനിൽ നല്ല ബേബി ഹെയർസൊക്കെ വരാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹെയർ സ്പ്രേ നല്ല എഫക്റ്റീവാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ സ്പ്രേ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ ഹെയർ സ്പ്രേയിലെ മെയിൻ താരാണ് ഈ റോസ്മേരി. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റോസ്മേരിയുടെ ഡ്രൈഡ് ലീവ്സ് ആണ്. അപ്പോൾ റോസ്മേരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ റോസ്മേരിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഇൻഫ്ലമാറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ നെർവ്സിന് ഉണ്ടാകുന്ന ഡാമേജ്, ടിഷ്യൂവിന് ഉണ്ടാകുന്ന ഡാമേജ്, നമ്മളെ ഹെയർ ഫോളിക്കിൾസിന് ഉണ്ടാകുന്ന ഡാമേജ് ഒക്കെ കുറച്ചിട്ട് നമ്മളുടെ ഹെയർ റൂട്ടൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു റോസ്മേരി യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് റോസ്മേരി യൂസ് ചെയ്യുന്നത് ഹെയർ സ്പ്രേക്ക് വേണ്ടിയിട്ട്. ജസ്റ്റ് ഈ ഒരു സ്പൂണിൽ 3 സ്പൂണ് കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ മെഷർ ചെയ്തെടുത്തത്. ആ ഒരു മെഷർമെൻറ്റിലാണ് എടുത്തത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ നമുക്ക് വളരെയധികം നല്ലതാണ് ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് കളയാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ തലയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ഹെയർ പെട്ടെന്ന് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഉലുവ യൂസ് ചെയ്യുന്നത്. ഈ ഒരു അളവിലാണ്, ഈ 2 സ്പൂണിലാണ് ഞാൻ ഉലുവ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഉലുവ എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് തുളസിയാണ്. ഇതുപോലെ 2 തുളസിക്കതിരി എടുത്താൽ മതി. അപ്പോൾ തുളസി എന്ന് വെച്ചാൽ നമ്മളെ ഹെയർ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ നമ്മളെ തലയിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കുരുകളൊക്കെ ഉണ്ടാവാറില്ലേ ചില ടൈമിൽ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുപോലെ നമ്മളെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും തുളസി യൂസ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ആര്യവേപ്പിൻ്റെ ഇല ഞാൻ ഒരുപാട് ഇടുന്നില്ല, അതിൽ നിന്ന് ഞാനൊരു 2-3 ഇല മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഹെയർ സ്പ്രേക്ക് വേണ്ടിയിട്ട്. വേപ്പില യൂസ് ചെയ്തത് നല്ലതാണ് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. നമ്മളെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ പോകാൻ നല്ലതാണ്. അപ്പം വേപ്പിലയും നമുക്കിതിൽ ആഡ് ചെയ്യാം. ഓപ്ഷണലാണ്, സ്കിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഇതുപോലൊരു തണ്ട് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലുള്ള ഇലകൾ കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില യൂസ് ചെയ്യുന്നത് നമ്മളെ മുടിയുടെ കറുപ്പ് കൂട്ടാനൊക്കെ നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് തല നരയ്ക്കുന്നവർക്കൊക്കെ നല്ലതാണ് നമുക്ക് ഈ ഒരു കറിവേപ്പില യൂസ് ചെയ്യുന്നത്. എണ്ണ കാച്ചുന്നതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ആണ്. ഈ കംപ്ലീറ്റ് അലോവേര ഞാൻ എടുക്കുന്നില്ല, അതിൽ ചെറിയൊരു പീസ് മാത്രമാണ് നമ്മൾ ഹെയർ സ്പ്രേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം അലോവേര നമ്മളെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെള്ളമാണ് ഹെയർ സ്പ്രേക്ക് വേണ്ടിയിട്ട്. നല്ല തണുത്ത ശുദ്ധമായ വെള്ളം നമുക്ക് കിണറിൽ നിന്ന് കോരിയെടുക്കാം. ഞാൻ കിണറിൽ നിന്ന് കോരി കുടത്തിലൊക്കെ ആക്കി കൊണ്ടുവച്ചതാണ്. നല്ല തണുത്ത വെള്ളമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഹെയർ സ്പ്രേ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇതുപോലെ ഒരു അളവിൽ, ഞാൻ ഈ ഒരു ചിരട്ട അളവിലാണ് വെള്ളം എടുത്തത്. 2 ചിരട്ട കംപ്ലീറ്റ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഗ്ലാസ് അളവിൽ എടുക്കാം കേട്ടോ. കുറച്ചൊരു സൈസുള്ള ഗ്ലാസ് എടുത്താൽ മതി. അതിൽ 2 ഗ്ലാസ് ആയിട്ട് വെള്ളം എടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു 2 ചിരട്ട അളവിലാണ് വെള്ളം എടുത്തത്. അപ്പോൾ നമുക്ക് ഹെയർ സ്പ്രേക്ക് ഈ ഒരു മെഷർമെൻറ്റിൽ വെള്ളം മതി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആ ബൗളിലേക്ക് ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് റോസ്മേരി, നമ്മളെ മെയിൻ താരത്തെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. റോസ്മേരിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് പുതിയ പുതിയ മുടികളൊക്കെ കിളിർത്ത് വരാനോ അതുപോലെ പെട്ടെന്ന് മുടി നരച്ചു പോകുന്നതൊക്കെ നമുക്ക് മാറിക്കിട്ടാനൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഉലുവ അതുപോലെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഉലുവയ്ക്കും ഈ എല്ലാ ഇൻഗ്രീഡിയൻസിനും നമുക്ക് ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെല്ലാം കൂടി യൂസ് ചെയ്തിട്ട് ഹെയർ സ്പ്രേ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഡബിൾ എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആര്യവേപ്പിൻ്റെ ഇലയും കറിവേപ്പിലേക്ക് ഇട്ടു. ഇനി നമുക്ക് തുളസീൻ്റെ ഇല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അലോവേരയാണ്. അലോവേര ഞാൻ ചെറിയൊരു പീസ്, ഈ ഒരു പീസാണ് എടുത്തത്. അതിൽ നിന്ന് ജെല്ല് ഞാൻ ഇതുപോലെ റബ്ബ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ അലോവേര ജെല്ല് കയ്യിലുള്ളവർക്കാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലത് ഇതുപോലെ നമുക്ക് നാച്ചുറലായിട്ട് എടുക്കുന്നതാണ്. ഏകദേശം ഒരു സ്പൂൺ അളവിലാണ് ഞാൻ ഈ ഒരു ജെല്ല് എടുത്തിട്ടുള്ളത്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്താൽ മതി നമുക്ക്. അപ്പം ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, അലോവേര ജെല്ലും കൂടെ. അപ്പോൾ ഇത്രയും ഐറ്റംസേ ഉള്ളൂ. ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഹെയർ സ്പ്രേ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇളക്കണം എന്നൊന്നുമില്ല, നമ്മൾ എന്തായാലും ഇത് ചൂടാക്കി എടുക്കാൻ പോവുകയാണ് നമ്മളിത്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ 2 ചിരട്ട അളവിലാണ് വെള്ളം ഒഴിച്ചത്. അപ്പം നമുക്കിത് ചൂടാക്കിയിട്ട് 1 ചിരട്ട അളവിലുള്ള റേഷ്യോയിലേക്ക് ആക്കി മാറ്റണം.
ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ പുറത്ത് അടുപ്പ് കൂട്ടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ചട്ടി പൊട്ടിപ്പോകും നമ്മ പറഞ്ഞത് കാരണം ഞാൻ പുറത്തടുപ്പൊക്കെ കൂട്ടി ഇതുപോലെ ചട്ടിയിൽ വെക്കാമെന്നാണ് ഉദ്ദേശിച്ചത്, മണ്ണിൻ്റെ ചട്ടിയിൽ. അതാകുമ്പോൾ കുറച്ചും കൂടി നന്നാവും തോന്നി. നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് വെക്കുന്നതിലും നല്ലത് ഇതുപോലെ മണ്ണിൻ്റെ കലത്തിലോ ചട്ടിയിലൊക്കെ വെച്ചാൽ നന്നാവും. പിന്നെ പുറത്താകുമ്പോൾ നമുക്കൊരു രസമാണല്ലോ, പുറത്തുള്ള പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ചിട്ട് ഇതുപോലെയൊക്കെ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു രസമാണ്. അടുപ്പിൽ തീ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചട്ടിയിൽ ഒഴിച്ചിട്ട് ചട്ടി അടുപ്പിൽ വെച്ചാലും മതി, അതാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളാവും. നിങ്ങളിങ്ങനെ വെക്കണമെന്നില്ല, സാധാരണ നോർമൽ പാത്രത്തിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചാലും മതി. എനിക്കൊരു ഇതായതുകൊണ്ട് മാത്രം ഇങ്ങനെ വെച്ചെന്നുള്ളൂ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ആ സൈഡിലുള്ളതൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ആക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ. ഇനി നമുക്ക് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകാൻ വേണ്ടി നമ്മളിത് വെക്കണം. ഇതുപോലെ നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു എന്താ പറയുക, നമ്മൾ 2 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചത്. അപ്പം നമുക്ക് അത് 1 കപ്പ് എന്ന രീതിയിലാക്കി നമുക്ക് എടുക്കണം. ഇനി നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ പറമ്പിലാണ് അടുപ്പ് കൂട്ടിയത്. അപ്പം അവിടെയുള്ള മരങ്ങളും ഓരോന്നും ഇങ്ങനെ നോക്കിയിട്ട് ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ സൺഡേ ഒക്കെയാണ് ലീവ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ടൈമിൽ നമ്മളിങ്ങനെ പുറത്തൊക്കെ അടുപ്പ് കൂട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ എല്ലാവരും ഡ്യൂട്ടിയൊക്കെ പോകുന്നതുകൊണ്ട് ഓഫീസ് വീട് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പറമ്പിൽ നമ്മൾ മഞ്ഞളും ചേമ്പും ഒക്കെ നടുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പം ഇത് കുരുമുളകാണ്, നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കുരുമുളക്. അപ്പോൾ ഈ പ്ലാവിൻ്റെ ചോട്ടിലാണ് ഞാൻ അടുപ്പ് കൂട്ടിയത്. അപ്പോൾ പ്ലാവിൽ ചക്കയൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ അത് കൈകൊണ്ട് പറിക്കാൻ പാകത്തിലാണ്, നമുക്ക് കൈകൊണ്ട് പറിക്കാൻ പറ്റുന്ന രീതിക്കാണ് ചക്ക ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇപ്പോൾ പറിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് വിചാരിച്ചതാണ്. പൊതുവേ ഇവിടെ പ്ലാവിൻ്റെ മേലേക്കാണ് ചക്ക ഉണ്ടാവാറുള്ളത്. ഇപ്രാവശ്യം എന്താ അറിയില്ല, താഴേക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറിക്കേണ്ട ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് നമ്മളെ നാടൻ കുരുമുളകാണ് കേട്ടോ. നാടൻ ഓരോ ടൈപ്പ് കുരുമുളകുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാവിൽ കയറി പിടിച്ചത് നാടൻ കുരുമുളകാണ്. പിന്നെ കുറേ തേക്കുകളുണ്ട്, തേക്ക്, വാഴ, അങ്ങനെ ഒരു രസമാണ് ഇങ്ങനെ നമുക്ക് നടക്കുമ്പം. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോയി പൊന്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ മൂടി. നമ്മളെ റോസ്മേരി ഹെയർ സ്പ്രേയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കുകയാണ്. അപ്പം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫോമിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇളക്കണം എന്നൊന്നും നിർബന്ധമല്ല. അപ്പോൾ ഇത് കറക്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് ആ ഒരു ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയെന്നേ ഉള്ളൂ, എത്രത്തോളം വെള്ളം വറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് അടച്ചു വെക്കാം. ഇനി നമുക്ക് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ നോക്കാം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി. ഇനി നമ്മളെ പറമ്പിൽ കുറേ ചീരാമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ചീരാമുളകൊക്കെ ഞാനിതുപോലെ പഴുത്ത് കുറേ കിളിയൊക്കെ കൊത്തി പോയിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ എങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പറിച്ചൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലൊരു ചേമ്പിൻ്റെ ഇലയിൽ കുറച്ച് ചീരാമുളകൊക്കെ പറിച്ചു. ഇനി നമുക്ക് ഒന്നുകൂടെ പോയിട്ട് നമ്മൾ റോസ്മേരി ഒന്ന് നോക്കാം എന്തായി എന്നുള്ളത്. അപ്പോൾ റോസ്മേരി ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറുകി വെള്ളമൊക്കെ ഒന്ന് താഴ്ന്ന് നമ്മളെ ഇലകളൊക്കെ താഴ്ന്നിട്ടുണ്ട്. നേരത്തെ നോക്കിയ സമയത്ത് ഇലയൊക്കെ പൊന്തിയില്ലേ, അപ്പോൾ ഈ ഒരു ഫോമാണ് കറക്റ്റ്. ഇലയൊക്കെ താഴ്ന്ന് ഉലുവയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള കംപ്ലീറ്റ് എക്സ്ട്രാക്റ്റും ഇതിലേക്ക് വെള്ളത്തിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറക്റ്റ് ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം നോക്കിയാൽ മതി. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പം നല്ല ചൂടാണ്. അപ്പം ഇതാണ് നമ്മൾ ആ ഒരു ഫോം കേട്ടോ. എല്ലാ ഇലകളൊക്കെ താഴ്ന്ന് വെള്ളം ഇതുപോലെ കുറുകിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം നമുക്ക് ആ ഒരു ചിരട്ട അളവിൽ മാത്രമേ ഉള്ളൂ. 2 ചിരട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ചിരട്ട അളവിലാണ് നമുക്ക് വെള്ളം കിട്ടിയത്. ഇനി ഇത് നമുക്ക് തണിയാൻ വെക്കാം. ഇപ്പോൾ ചൂടുണ്ട്. തണിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്ന് ആ ഒരു വെള്ളം മാത്രം നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് അതിൻ്റെ വേസ്റ്റ് ചണ്ടികളൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് അതിൻ്റെ നീര് മാത്രം സെപ്പറേറ്റ് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് തരിപ്പ് വെച്ചിട്ട് ഊറ്റിയെടുത്താൽ മതി. നമുക്ക് ഇത് ജസ്റ്റ് നമ്മളെ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കുളിക്കുന്നതിൻ്റെ മുന്നേ സ്പ്രേ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ കുളിച്ച് വന്ന് ഹെയറൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളെ ഹെയർ ഇങ്ങനെ നമ്മൾ ഓരോ പാർട്ടീഷൻ ചെയ്തിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുളിച്ച് നല്ല ഓയിലൊക്കെ ഇട്ട് നല്ല ഷാമ്പൂ ഒക്കെ ചെയ്ത് കുളിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ നൈറ്റാണ് ഞാൻ ഹെയറിൽ
സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടീഷൻ ഇങ്ങനെ എടുത്തെടുത്ത് നമുക്ക് ഓരോ സെക്ഷനായിട്ട് നമുക്ക് സ്കാൽപ്പിൽ കംപ്ലീറ്റ് ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതാണ്, നല്ലൊരു തണുപ്പാണ് നമുക്കിത് സ്പ്രേ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിനെന്ന് വെച്ചാൽ നമ്മൾ ഈ തുളസിയും അതുപോലെ തന്നെ നമ്മൾ ഈ റോസ്മേരിക്ക് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ബാക്ക് പോർഷൻ കഴിഞ്ഞിട്ട് ഞാൻ തലയിൽ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കുളിരും അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഒരു യൂക്കാലിപ്സിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെ അതുപോലൊരു കൂളിംഗ് ഉള്ളൊരു എഫക്റ്റാണ് നമുക്കിത് തലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ. അപ്പം പിന്നെ തലനീരിറക്കമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത്. അപ്പം തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് റൗണ്ടിൽ പതുക്കെ സോഫ്റ്റായിട്ടൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ മസാജ് കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സ്മൂത്തായിട്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം. നമ്മളൊരു ഹെയർ കെയർ റുട്ടീനായിട്ട് തന്നെ നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ്. നല്ലതാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ സ്പ്രേ നമുക്ക് ഗേൾസിനും ബോയ്സിനും ഒക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അത്രയും എഫക്റ്റാണ്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് ഇപ്പം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 1 month 2 month 3 months ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ ഉണ്ടാവും. ഇതിൽ തലയിലുണ്ടാകുന്ന താരൻ മാറാനും അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ടിൽ നെറ്റി കയറുന്ന പ്രശ്നങ്ങളില്ലേ, ഒട്ടുമിക്ക ഗേൾസിനും ഒരു വിഷയമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ബേബി ഹെയർസ് വരാൻ നല്ലതാണ് ഇതുപോലെ സ്പ്രേ ചെയ്യുന്നത്. അതുപോലെ മുടിയുടെ ഉള്ളു കുറഞ്ഞിട്ടുള്ള പ്രശ്നം, കട്ടിയില്ലായ്മ, അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ മുടി നല്ല തിക്കായിട്ട് കുറേ ലേസ് നമുക്ക് വളർന്നു വരും. അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും. അതുപോലെ നമുക്ക് ലെങ്ത്ത് വെക്കാനും നല്ലതാണ് ഈ റോസ്മേരി സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ റോസ്മേരി ബെസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഹെയർ സ്പ്രേ ഉണ്ടാക്കിയിട്ട് പുറത്ത് വെക്കുമ്പോൾ അത് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നിങ്ങൾ ഹെയർ സ്പ്രേ ചെയ്യാൻ നേരത്ത് മാത്രം പുറത്ത് വെച്ചിട്ട് തണുപ്പ് പോയതിന് ശേഷം സ്പ്രേ ചെയ്യുക, പിന്നെയും ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ 1 weekനുള്ളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെക്കാവുന്നതാണ്. പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് തലയിൽ സ്പ്രേ ചെയ്യുമ്പം അപ്പോൾ അത് ഓക്കെ ആണോ നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.